ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ തന്നെ വീട്ടമ്മമാർക്ക് ഒത്തിരി യൂസ്ഫുൾ ആകുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ ശുദ്ധമായതാണോ എന്നറിയാനുള്ള ഒരു കുഞ്ഞു ടിപ്പ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. പാവയ്ക്ക് കറി വയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? കുറച്ച് ഉപ്പോ വിനാഗിരിയോ കലക്കിയ വെള്ളത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് അലമ്പി കഴുകിയെടുക്കും. 10-15 മിനിറ്റ് നേരത്തേക്ക് ഈ വെള്ളത്തിൽ മുക്കിയിട്ടതിന് ശേഷമാണ് നമ്മൾ കഴുകിയെടുക്കാറുള്ളത്. ഇങ്ങനെ അലമ്പി വാരി കഴുകിയെടുക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എന്താ? പാവയ്ക്കയിലെ വിഷാംശങ്ങളും അഴുക്കുമൊക്കെ പൂർണ്ണമായിട്ട് നീങ്ങിയിട്ടുണ്ട് എന്നല്ലേ? എന്നാൽ അതൊട്ടും ശരിയല്ല കേട്ടോ. പാവലിൻ്റെ പൂ വിരിയുമ്പോൾ മുതൽ അതിൽ ധാരാളം കീടനാശിനികളൊക്കെ തളിക്കുന്നതാണ്. നമുക്കിത് കയ്യിൽ കിട്ടുന്നതിന് തൊട്ട് മുൻപ് വരെ ഇത് കീടനാശിനിയിൽ കുളിച്ചിട്ടാണ് വരുന്നത്. ഉപ്പും വിനാഗിരിയും ഒക്കെ കലക്കിയ വെള്ളത്തിൽ മുക്കിയിട്ടാൽ പോലും ഇതിലെ കീടനാശിനി അങ്ങോട്ട് നന്നായിട്ട് ഇളകി പോകില്ല. അപ്പോൾ ഇനി പാവയ്ക്ക് കഴുകുമ്പോൾ ഇതുപോലുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ച് കഴുകണം. 10-15 മിനിറ്റ് നേരം വിനാഗിരി വെള്ളത്തിലോ ഉപ്പ് വെള്ളത്തിലോ മുക്കി വെച്ച പാവയ്ക്ക ഈ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഉരച്ച് തന്നെ കഴുകണം. ബ്രഷിൻ്റെ ബ്രസിൽസ് പാവയ്ക്കയുടെ കുഴികളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കീടനാശിനിയുടെ അംശത്തെ നന്നായിട്ട് കഴുകി കളയും. ബ്രഷ് വെച്ച് കഴുകിയപ്പോൾ വെള്ളത്തിൻ്റെ നിറം കണ്ടോ? പാവയ്ക്കയിൽ പറ്റിപ്പിടിച്ചിരുന്ന അഴുക്കെല്ലാം പൂർണ്ണമായിട്ടും ഇളകിപ്പോയതാണ്. ചിലർക്കൊക്കെ ഈ ടിപ്പ് അറിയായിരിക്കും. എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ ഇനി പാവയ്ക്ക വാങ്ങുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂട്ടോ. വ്യത്യാസം നമുക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ വീടിനകത്തും പുറത്തും ശല്യക്കാരായ എലി, പല്ലി, പാറ്റ, ഉറുമ്പുകൾ എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. വെറും പാഴ്ചെടിയായ നമ്മുടെ പറമ്പിലെ ശല്യമായ ഈ ചെടി വെച്ചിട്ടാണ് നമ്മൾ ഈ ടിപ്പ് ചെയ്യുന്നത്. പടർന്നു വളരുന്ന ഈ ചെടിയുടെ വേരും തണ്ടും ഇലകളും ഒക്കെ ഉൾപ്പെട്ട ഒരു പിടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ വേരൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ക്ലീൻ ആക്കി എടുത്ത ചെടി ചെറുതായിട്ടൊന്ന് മുറിച്ച് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇലകൾ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ തണ്ടും കൂടി നമുക്കിവിടെ ആവശ്യമുണ്ട്. തണ്ടും ഒരു കത്രിക കൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ എലി, പല്ലി, പാറ്റ, ഉറുമ്പ് എന്നിവയെ തുരത്തി ഓടിക്കാൻ മാത്രമല്ല കേട്ടോ ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ അടുക്കള തോട്ടത്തിലെയും പൂന്തോട്ടത്തിലെയും ഒക്കെ കീടങ്ങളെ നശിപ്പിക്കാൻ നല്ലൊരു മരുന്നാണിത്. ഇലകൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പ വെച്ച് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് അരച്ചെടുത്തപ്പോൾ തന്നെ വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന്. മാത്രമല്ല ചെറിയൊരു എരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ട് ഇലകൾക്ക്. അതുകൊണ്ട് ഒരു ഗ്ലൗസ് ഇട്ടിട്ട് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യണം. ജ്യൂസൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് 2 സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ അളവിൽ സോപ്പ് പൊടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോപ്പ് പൊടി വേണമെങ്കിലും ഇതിനായിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ജ്യൂസ് എടുത്ത് അല്പം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ഈ മാവ് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലും കുറച്ചുകൂടി ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. നല്ല വിഷാംശമുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത്. സാധാരണഗതിയിൽ ആടും പശുവും ഒന്നും ഇത് കഴിക്കാറില്ല. ഏകദേശം 4 സ്പൂണോളം ജ്യൂസ് ഒഴിച്ച് നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് എലികളെ ഇതിലേക്കൊന്ന് ആകർഷിക്കുന്നതിന് വേണ്ടി ഒരല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. മീൻ വറുത്തതിൻ്റെ ബാക്കി വന്ന എണ്ണയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ചെറിയ ബോൾസാക്കി ഉരുട്ടെടുക്കാം. ഇനി ഒരല്പം തേങ്ങ ചുരണ്ടിയതോ അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ബിസ്ക്കറ്റ് പൊടിച്ചതോ ഈ ബോൾസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. എലികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് തേങ്ങ. അതുകൊണ്ട് ഞാനിവിടെ ഒരല്പം തേങ്ങ ചുരണ്ടിയതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയൊക്കെ പുരട്ടിയെടുത്ത ഓരോ ബോൾസും ഓരോ പേപ്പർ പീസിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. എലിയുടെയും പെരിച്ചാഴിയുടെയൊക്കെ ശല്യം കൂടുതലുള്ള സ്ഥലത്ത് ഇത് ഓരോന്നായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. മീൻ വറുത്ത എണ്ണയുടെയും തേങ്ങയുടെയൊക്കെ സ്മെല്ലുള്ളത് കൊണ്ട് എലി എന്തായാലും ഇത് വന്ന് തിന്നും. നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന സോപ്പ് പൊടിയും വിനാഗിരിയും ഇലയുടെ ജ്യൂസും ഒക്കെ ചേരുമ്പോൾ നല്ലൊരു വിഷമാണ് കേട്ടോ ഇവിടെ ഉണ്ടാകുന്നത്.
ഇതൊരെണ്ണം തിന്നു കഴിഞ്ഞാൽ പിന്നെ എലി എരിച്ചിലും പുകച്ചിലും ഒക്കെ എടുത്ത് പരവേശപ്പെട്ട് എങ്ങോട്ടെങ്കിലേക്ക് ഓടിപ്പൊക്കോളും. വീടിനകത്തെ ശല്യക്കാരായ പല്ലി, പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാനും നമുക്ക് ഈ ഒരു മിക്സ് തന്നെ മതി കേട്ടോ. നമ്മൾ മാവൊക്കെ ഉരുട്ടി എടുത്തതിന് ശേഷം ആ പാത്രത്തിലേക്ക് ഒരൽപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഇല ജ്യൂസ് ഒരൽപ്പം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിയിച്ചെടുക്കണം. പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യമുള്ള സ്ഥലത്ത് ഈ പാത്രം ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. പഞ്ചസാര ചേർത്തിരിക്കുന്നതുകൊണ്ട് പല്ലിയും പാറ്റയും ഒക്കെ വന്ന് ഇത് നക്കി കുടിച്ചോളും. ജ്യൂസ് എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ആ വേസ്റ്റിലേക്ക് ഒരൽപ്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് അരിച്ചൊഴിച്ചെടുക്കാം. കിച്ചൺ സിങ്കിലെ ഹോളിലേക്ക് ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിലൂടെ പല്ലിയും പാറ്റയും ഒന്നും നമ്മുടെ കിച്ചണിലേക്ക് വരില്ല. അതുപോലെ തന്നെ ഉറുമ്പുകളെ തുരത്തി ഓടിക്കാനും നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത്. നമ്മുടെ ഇല ജ്യൂസിൻ്റെ ആ എരിച്ചിലും പുകച്ചിലും കാരണം ഉറുമ്പുകളൊന്നും പിന്നെ ആ പരിസരത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വെറും കളയായ ഈ പാഴ്ചെടി ഇങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ മിക്കവരും കടകളിൽ നിന്നാണ് വെളിച്ചെണ്ണയൊക്കെ വാങ്ങുന്നത്. കുറച്ച് പേരൊക്കെയാണ് വീട്ടിൽ തേങ്ങയൊക്കെ ആട്ടി വെളിച്ചെണ്ണ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഈ വെളിച്ചെണ്ണ എത്രത്തോളം ശുദ്ധമാണെന്ന് നമുക്കറിയില്ല. ഈ ഒരു കുഞ്ഞു ടിപ്പ് ചെയ്താൽ നമ്മൾ വാങ്ങുന്ന വെളിച്ചെണ്ണ നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്കറിയാൻ സാധിക്കും. വെളിച്ചെണ്ണയിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു മായമാണ് ലിക്വിഡ് പാരഫിൻ. വെളിച്ചെണ്ണയുടെ അതേ ടെക്സ്ചറിലുള്ള നിറമോ മണമോ ഒന്നുമില്ലാത്ത ഒരു ഫ്ലൂയിഡാണിത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടുതൽ ലിക്വിഡ് പാരഫിനും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ എസൻസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കിലോ കണക്കിന് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ സാധിക്കും. പെട്രോളിയം, കൽക്കരി ഇവയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ലിക്വിഡ് പാരഫിൻ. ഇതൊക്കെ സ്ഥിരമായി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ ദോഷം ചെയ്യും. അപ്പോൾ നമ്മൾ വാങ്ങുന്ന ഈ വെളിച്ചെണ്ണ മായം ചേർന്നതാണോ ശുദ്ധമാണോ എന്നറിയുന്നതിന് വേണ്ടി ഒരു കുഞ്ഞു ടിപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ 2 തരം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ബോട്ടിലിലെ വെളിച്ചെണ്ണ വീട്ടിലുണ്ടാക്കിയതാണ്. പ്ലാസ്റ്റിക് ബോട്ടിലുള്ളത് കടയിൽ നിന്നും വാങ്ങിച്ചതും. ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ 2 ചെറിയ ബൗൾസ് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് കടയിൽ നിന്നും വാങ്ങിച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്ത ബൗളിലേക്ക് വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണ നല്ല പച്ചവെള്ളം പോലെ തെളിഞ്ഞാണ് ഇരിക്കുന്നത്. എന്നാൽ കടയിൽ നിന്ന് വാങ്ങിച്ച എണ്ണയുടെ നിറം കണ്ടോ, ഒരു പെയിൽ യെല്ലോ കളറാണ് അതിന്. 2 ബൗളിലേക്കും വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ പാത്രങ്ങൾ രണ്ടും നമുക്ക് ഫ്രീസറിലേക്ക് കയറ്റി വയ്ക്കാം. വെറും 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. നമ്മൾ വാങ്ങിച്ച വെളിച്ചെണ്ണ ശുദ്ധമാണോ മായം ചേർന്നതാണോ എന്നറിയാൻ സാധിക്കും. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഫ്രീസറിൽ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതൊന്ന് എടുത്തു നോക്കാം. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ. കണ്ടോ, വെറും 1 മണിക്കൂർ കൊണ്ട് നല്ല കട്ടയായി വന്നിട്ടുണ്ടത്. അടുത്തതായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച വെളിച്ചെണ്ണയാണ് കാണുന്നത്. അത് കണ്ടോ, 1 മണിക്കൂറായിട്ടും ആ വെളിച്ചെണ്ണ ഉറഞ്ഞു കിട്ടിയിട്ടില്ല. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ മായം ചേർന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണല്ലോ. വെളിച്ചെണ്ണയിൽ മായം കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്